എന്താ മോളെ നട്ടുച്ചയ്ക്ക് ഉമ്മർത്ത് വെയിലും കൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചാ അല്ല, ഒരു സാധനം കാണിച്ചു തരാൻ വേണ്ടിട്ടാണ്. ഞാൻ ഇരിക്കണ ഈ സാധനം ഞാൻ നീച്ച എന്റെ കൂടെ പോരും, കാരണം ഈ സ്റ്റൂള് പൊട്ടി. ഇത് പൊട്ടിയപ്പോ തന്നെ അച്ഛമ്മ എന്റെ തന്നിട്ട് അനക്ക് എന്താ വേണ്ടിച്ച ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പൊ പറഞ്ഞത് നിങ്ങൾ വിശ്വസിച്ചോ? വിശ്വസിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മോശം മോശം, വളരെ മോശം. പിന്നെ ഇപ്പൊ എങ്ങനെ എനിക്ക് കിട്ടിയെന്ന് ചോദിച്ചാൽ ഞാൻ പിന്നാലെ നടന്ന് സ്വൈര്യം കെടുത്തി കെഞ്ചി കെഞ്ചി അവസാനം അച്ഛമ്മ സ്വൈര്യം കെട്ടിട്ട് പറഞ്ഞു എന്തേലും കാണിക്കുന്നു. മതിയല്ലോ, നമുക്ക് അത്ര കേട്ട മതിയല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, അതില് പണിയാൻ വേണ്ടി തുടങ്ങി. എന്റെ റൂമിൽ സൈഡ് ടേബിൾ ഇല്ല, അതിനിപ്പോ എവിടുന്ന് ഒപ്പിക്കുന്ന ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഈ സാധനം പൊട്ടണത്. എന്റെ മനസ്സിൽ അപ്പൊ തന്നെ ലഡ്ഡു പൊട്ടി, ഞാൻ കെഞ്ചാൻ തുടങ്ങി. സാധനം കൈക്കലാക്കി. ഇത് കൈ കിട്ടിയപ്പോ ഭയങ്കര പൊലിവായിന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ സൈഡ് ടേബിൾ ആക്കണം എന്നുള്ളൊരു ഐഡിയ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തിനാണെങ്കിലും ബേസ് സെറ്റ് ആക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സംഭവം സാൻഡ് ചെയ്ത് പെയിന്റ് അടിച്ച് സെറ്റ് ആക്കി വെച്ചു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ അതിക്ക് തിരിഞ്ഞു നോക്കിയത്. ഈ ഒരാഴ്ച തിരിഞ്ഞു മറിഞ്ഞും തലവത്തി നിന്നൊക്കെ ഞാൻ ആലോചിച്ച് കൊണ്ടുവന്ന ഐഡിയ എന്താണെന്നറിയോ? ഈ സ്റ്റൂളിന് ഒരു കവർ സെറ്റ് ചെയ്യാന്നുള്ളത്. അതിനുവേണ്ടി ഞാനൊരു കോട്ടൺ തുണി സ്ക്വയർ ആയി കട്ട് ചെയ്ത് വൈറ്റ് സിമെന്റിൽ മുക്കി ഈ സ്റ്റൂളിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്ത്. ഇത്രയൊക്കെ മെനക്കെടണം, ഒരു തുണി അങ്ങോട്ട് ഇട്ടാ പോരെ അതിന്റെ മുകളിൽ എന്ന് ചോദിച്ചാൽ പോരാ. കാരണം എന്താന്ന് വെച്ചാൽ എന്റെ കവറ് ഞാൻ വിചാരിച്ച പോലത്തെ ഷേപ്പിൽ നിൽക്കണം, പിന്നെ ഇട്ടോടത്ത് നിൽക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അടി കളിക്കാനോ വീഴാനൊന്നും പാടില്ല. സോ കുറച്ചൊക്കെ കഷ്ടപ്പെടാം. സാധനം ഉണങ്ങിയപ്പോ നല്ല സ്റ്റിഫ് ആയിട്ടുണ്ട്. ഇനി ഈ ഷേപ്പ് മാറില്ല, ഇത് അങ്ങനെ തന്നെ ഇരുന്നോളും. പിന്നെ ഞാൻ അത് സാൻഡ് ചെയ്ത് വൈറ്റ് പെയിന്റും പ്ലാസ്റ്റർ ഓഫ് പാരീസും മിക്സ് ചെയ്ത് അടിച്ചു കൊടുത്തു. ഇത് 2 കോട്ട അടിച്ചപ്പോഴാണ് എനിക്ക് ബോധോദയം ഉണ്ടായത് എനിക്ക് സ്കാലപ്പ് ഡിസൈൻ വേണം എന്നുള്ളത്. എന്നിട്ട് അവസാനം ഞാൻ അത് കട്ട് ചെയ്തെടുത്തു. ഇങ്ങനെ ഫുള്ള് വൈറ്റ് ആയിട്ട് വേണേ വെക്കാം, പക്ഷെ എനിക്ക് കുറച്ച് കളർഫുൾ ആവണം എന്നുണ്ടായിരുന്നു. കാരണം അച്ഛൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഷെൽഫിൽ വാൾപേപ്പർ ഒട്ടിക്കാൻ സമ്മതിക്കില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഷെൽഫ് വേറെ കളർ, ചുമര് വേറെ കളർ, എന്നാൽ എല്ലാം കൂടി വേറെ വേറെ കളറായിട്ട് മൊത്തത്തിൽ കളർഫുൾ ആയിക്കോട്ടെ എന്ന്. ഇതുവേ നമ്മുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ബിഫോർ ലുക്ക് ആൻഡ് ദിസ് ഈസ് ദ ആഫ്റ്റർ ലുക്ക്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? സംഭവം ശരിയാണ്, എനിക്കിപ്പോ അതിന്റെ മുകളിൽ ഒരു തുണി വാങ്ങിച്ചിട്ടാ തീരാവുന്ന പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിലൊരു ത്രില്ലില്ല. ഇത് എനിക്ക് വേണ്ടി ഞാൻ എന്റെ മൈൻഡിലുള്ള പോലെ ഡിസൈൻ ചെയ്തെടുത്താണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഫീൽ സ്പെഷ്യൽ. എങ്ങനെ പോയാലോ പറയാ. എന്നാലും അപ്പൊ അത്രയല്ലോ. ബൈ ബൈ, സീ യു.